ആരോടും എന്തും വെട്ടിത്തുറന്നു പറയുന്ന നമ്മുടെ മുഖ്യൻ നായനാർ സാർ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ യു ആർ എഫിഷ്യന്റ് മിസ്റ്റർ വർമ്മ എന്ന്. മുഖലക്ഷണം നോക്കി അല്ലടോ എന്റെ സർവീസ് റെക്കോർഡ് കണ്ടിട്ട്. സാർ, അജയൻ കൊലക്കേസ് അന്വേഷിക്കാൻ പോയ CI നമ്പീശൻ സാറ് വന്നിട്ടുണ്ട്. ഓ, എന്നിട്ട് തുമ്പ് വല്ലതും കിട്ടിയോ? പ്രതികളുടെ വിരലടയാളങ്ങളും കൈയടയാളങ്ങളും കിട്ടിയിട്ടുണ്ട്. എല്ലാം നമ്പീശൻ സാറിന്റെ പുറത്താണെന്ന് മാത്രം. ഓ, താനും തല്ലും കൊണ്ട് തിരിച്ചു പോന്നു. എടോ, ഈ കൊലക്കേസ് അന്വേഷിക്കാൻ ആദ്യം പോയ ജോൺ ലൂക്കോസ് ഇരുട്ടടിയും കൊണ്ട് 4 മടങ്ങി വന്നപ്പോ താൻ എന്തോ പറഞ്ഞേ, തനിക്കാരെയും പേടിയില്ല, താൻ പോയി പ്രതികളെ കയ്യാമം വെച്ചോണ്ട് വരാമെന്ന്. അല്ലേ? തനിക്ക് വിരട്ടടി തന്നെയാണോ കിട്ടിയത്? അതെ സാർ. ഭാഗ്യം. അധികമായി പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിന് നാണക്കേടായില്ലല്ലോ. ഓ, അജയൻ കൊലക്കേസ് എന്തായെന്ന് അന്വേഷിക്കാൻ IG ആയിരിക്കും. ഞാൻ അങ്ങേരോട് എന്ത് സമാധാനം പറയും? അജയൻ കൊലക്കേസ് അന്വേഷിക്കാൻ ചെല്ലുന്നവരെ തീർത്ത് കളയാനാ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ പ്ലാൻ. സാറിനോടുള്ള സ്നേഹം കൊണ്ട് പറയാം, സാർ നേരിട്ട് തന്നെ കേസ് അന്വേഷിക്കണം. ഓ, എന്തൊരു സ്നേഹം! കടന്നു പോണോ എന്റെ മുമ്പിൽ നിന്ന്. ഇനി ഈ കേസ് ആരെ കൊണ്ട് ഞാൻ അന്വേഷിപ്പിക്കും? സാർ, എന്താണോ? ഇന്നലെ രാത്രി വീട്ടിൽ കള്ളം കയറി. കള്ളന്മാരിൽ നിന്നും സ്വന്തം വീട് പോലും സംരക്ഷിക്കാൻ കഴിയാത്ത താനൊക്കെ ഇവിടുത്തെ പോലീസുകാരനാണോ? അല്ല സാർ, കള്ളന്മാർക്ക് പോലും പേടിയില്ലെങ്കിൽ പിന്നെ തനിക്കൊക്കെ എന്തിനാണോ ഈ കാക്കി കുപ്പായം? സാർ, സാറിന്റെ വീട്ടിലാ കള്ളം കയറിയത്. എന്റെ വീട്ടിലോ? സാറിനെ വിളിച്ച് കിട്ടാഞ്ഞിട്ട് സാറിന്റെ മോള് ലക്ഷ്മി സെക്ഷനിൽ വിളിച്ച് പറഞ്ഞതാ. വീട്ടിൽ നിന്ന് പല സാധനങ്ങളും കാണാതെ പോയത് മോൾ ഇപ്പോഴാ അറിയുന്നത്. അങ്ങനെ പൂട്ടോ ജനൽ കമ്പിയോ പൊളിക്കാതെ അകത്ത് കയറണമെങ്കിൽ ആ തൊടിയൻ ജന്തു ആയിരിക്കണം. അവനെ കാലത്ത് സ്മഗ്ലിംഗ് മാർക്കറ്റിൽ കണ്ടവരുണ്ട്. ഇതുപോലൊരു സെറ്റ് ഇവിടെ എത്ര രൂപ എടുക്കും? സാധനം കാണട്ടെ. കാണാനൊന്നുമില്ല. നാഷണൽ പാനാസോണിക്കിന്റെ ഇതേ മോഡൽ, ഇതേ കളർ. ഇന്നലെ ചേട്ടൻ പേർഷയെന്ന് കൊണ്ടുവന്നതാ. സെറ്റ് കൊണ്ടുവാ. 1000 രൂപ റെഡി ക്യാഷ് തന്നേക്കാം. 1000 രൂപ? എന്താണ് ബായി ഇത്? കാശിന് കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ സെറ്റ് ഇവിടെ 2000 രൂപയ്ക്കല്ലേ വെക്കുന്നത്? എനിക്കൊരു 1750 രൂപയെങ്കിലും കിട്ടും. 1750 രൂപ? എടോ, അത് ഇവിടെ 1200 രൂപയ്ക്ക് വെക്കണ സാധന. ആ വിലക്ക് തന്നെ ആരെങ്കിലും എടുത്താലായി. ഇത് കേട്ടാ, നാഷണൽ പാനാസോണിക്കിന്റെ സ്റ്റീരിയോ ഡബിൾ സ്പീക്കർ 1200 രൂപയ്ക്കാണ് വെക്കണമെന്ന്. എടോ, സെറ്റ് അവിടെ വെക്കേ. താനെന്താ ആളെ കളിയാക്കണോ? പിന്നെ മനുഷ്യനെ പച്ചക്ക് പറ്റിക്കാൻ വേണ്ടി മാത്രം കട തുറന്ന് വെച്ചിരുന്ന എന്ത് ചെയ്യും? ഇതിന് 1200 ഉള്ള. ഇത് ഇവിടെ 1200 വെക്കും. അത് എന്റെ സൗകര്യ. താനാ സെറ്റ് അവിടെ 1200. എല്ലാരും കേട്ടല്ല? 1200 സാധനം ഞാൻ എടുത്തു. അല്ല എടോ, താൻ സെറ്റ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട്. ഒരു കച്ചവടമാകുമ്പോ കൊടുക്കാനും ഉണ്ടാകും, വാങ്ങാനും ഉണ്ടാവും. കൊടുക്കൽ വാങ്ങൽ, അതാണല്ലോ കച്ചവടം. ഗീവ് ആൻഡ് ടേക്ക് എന്ന് കേട്ടിട്ടില്ലേ? പറ്റേ. കോൺസ്റ്റബിൾ പവിത്രനല്ലേ ഇത്? താനെന്താ ഡ്യൂട്ടിക്ക് കയറിയില്ലേ? ഞാൻ ഡ്യൂട്ടിയിലാണ് സാറേ. ഞാനൊരു സെറ്റ് വാങ്ങാൻ ഇറങ്ങിയതാ. ഡ്യൂട്ടി സമയത്തോ? ഹൗ ഡെയർ യു സ്പീക്ക് ലൈക്ക് ദിസ്? എന്ത് ധൈര്യത്തിലാ ഡ്യൂട്ടി സമയത്ത് സെറ്റ് വാങ്ങാൻ വന്നത്? കൃത്യവിലോപം ഞാൻ വെച്ചു ഉറപ്പിക്കില്ല. സാറേ, ഞാൻ ഒരു കൃത്യവിലോപവും ചെയ്തിട്ടില്ല. സാറിന്റെ മകള് മഹാലക്ഷ്മി പറഞ്ഞൊരു കൃത്യം ചെയ്യാനാ ഞാൻ വന്നത്. ഒരു സെറ്റ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ആ കൃത്യം ചെയ്തു. മഹാലക്ഷ്മിയോ? അതെ സാറേ, സാറിന്റെ മകളും സാറിനെ പോലെ തന്നെയാ. പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം ചെയ്യാതെ കൃത്യവിലോപം കാണിച്ചാൽ വെച്ചു ഉറപ്പിക്കല്ല. ഞങ്ങള് പാവം പോലീസുകാർ എന്ത് ചെയ്യാനാ സാറേ? എന്ത് കേൾക്കാനാ ഇവിടെ നിൽക്കുന്നേ? പോയി ഓടിയതേ പിടിക്കേ. സാറേ, ഭദ്രമായിട്ട് ടേപ്പ് റെക്കോർഡർ ലക്ഷ്മി ഏൽപ്പിക്കണം. എടോ, താൻ അങ്ങോട്ട് പോ. വാ, പുറകെ വാ. എടാ, ഓടിയാ നിക്കട അവിടെ. ഇതിനൊക്കെ ഒരു നേരം കാലമില്ലേ? പരിസര ബോധമില്ലാത്ത വർഗം. എങ്ങോട്ട് പോയത്? എന്നെ രക്ഷിക്കണേ. നിക്കടാ, ഓടിയാ. നിക്കാനാ പറഞ്ഞത്. എനിക്ക് നിൽക്കാൻ അറിയില്ല, കക്കാനേ അറിയൂ. ഓടി ഓടി മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു. ചേച്ചി, ഈ മൂത്രം ഒഴിക്കുന്ന സ്ഥലം എവിടെയാ? അവിടെ പോലീസ്. എവിടെ പോയാ പെരിച്ചാഴി? കാണുന്നില്ല സാർ. വാ.
രക്ഷപ്പെട്ട് പോലീസുകാർ പോയി. എടാ ഒടിയാ. ഞാൻ പിടിതരില്ല. പിന്നെയും പുറകെ വരുന്നു. പതിയെ വീണേ. ഇവന്മാരെന്തിനാ കള്ളനെ പിടിക്കാൻ നടക്കുന്നത്? വേറെ പണിയില്ലേ? പോകാം. വണ്ടി എവിടാ കിടക്കുന്നേ? അയ്യോ അമ്മേ സാറേ. പവിത്ര സാർ ഇങ്ങനെ മുട്ടുമടക്കി ഇടിക്കരുത്. പോലീസുകാർ കള്ളന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നേ. പോലീസുകാർ കള്ളന്മാരുടെ മുമ്പിൽ കൈനീട്ടാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്നെ കൈനീട്ടി അടിക്കാത്തത്. നീ എങ്ങനെയാണ് ഒടിയാ ജനല് വാതിൽ പൊളിക്കാതെ വീട്ടിൽ അകത്ത് കയറുന്നത്? അയ്യോ, അതിന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പുറത്തു പറയില്ല. നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിനക്ക് എന്റെ വീട്ടിലെ കയറണമല്ലേ? അയ്യോ, അടിക്കരുത് സാറേ. സത്യം പറയാലോ, തൊണ്ടി മുതലെല്ലാം ഞാൻ എടുത്തോണ്ട് തരാം. അതിനു മുമ്പ് സാറിനോട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ഇവരുടെ ആരുടെയും മുന്നിൽ വെച്ച് പറയാൻ പറ്റിയ കാര്യമല്ല. പ്രമാദമായ ഒരു കാര്യം ഞാൻ സാറിന് കാണിച്ചു തരാം. ഇതാണോടാ തേണ്ടി പ്രമാദമായ കാര്യം കാണിക്കാനുണ്ടെന്ന് പറഞ്ഞത്? സാറേ അടിക്കരുത്. സാർ ഉദ്ദേശിച്ച കാര്യമാണെങ്കിൽ അത് തീരെ അപ്രധാനമായ കാര്യമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എനിക്ക് കാണിക്കാനുള്ളത്. സാറിന്റെ മകൾ എഴുതിയ പ്രണയലേഖനം ഇന്നലെ സാറിന്റെ മകളുടെ മുറിയിൽ നിന്നും കിട്ടിയതാണ്. ആർക്കാ അവൾ എഴുതിയിരിക്കുന്നത്? മറ്റാർക്കുമല്ല, സാറിന്റെ കീഴിലുള്ള വെറും തുക്കടാ പോലീസുകാരനായ പവിത്രന്. ചതിച്ചോ? വായിച്ചു നോക്ക്. പ്രിയപ്പെട്ട പവിയേട്ട, ലോകത്ത് എവിടെയെങ്കിലും ഒരു പോലീസ് സൂപ്രണ്ടിന്റെ മകൾ പോലീസ് കോൺസ്റ്റബിളിനെ പ്രണയിച്ച ചരിത്രമുണ്ടോ എന്നറിയില്ല. പക്ഷെ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു മായാജാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ സാധനം പൊതുജനങ്ങൾക്കുള്ളതാ. പവിയേട്ടന്റെ കണ്ണുകൾക്ക് എന്തൊരു കാന്തശക്തിയാണ്. കാന്തമോ? പവിയേട്ടൻ ഒരിക്കലും ഒരു സാധാ പോലീസുകാരനാകേണ്ട ആളല്ല. പവിയേട്ടന്റെ 10% പോലും കഴിവും തന്റെ ഇടവും ഇല്ലാത്ത എത്ര പേരാണ് പോലീസിന്റെ തലപ്പത്തിരിക്കുന്നത്. SP-യുടെ തൊപ്പി അച്ഛനേക്കാൾ നന്നായിട്ട് ഇണങ്ങുന്നത് പവിയേട്ടനാണ്. സാറിന്റെ മകളായതുകൊണ്ട് പറയുന്നതല്ല, നല്ല വിവരമുള്ള കുട്ടി. അച്ഛൻ എന്നെ IG-യുടെ മകനെ കൊണ്ട് കെട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. പവിയേട്ടൻ എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിലേക്കും ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ് എന്ന് സ്വന്തം മഹാലക്ഷ്മി. ഇത് കത്തിന്റെ ഒരു കോപ്പി മാത്രമാണ്. എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തന്നില്ലെങ്കിൽ കത്തിന്റെ ഒറിജിനൽ IG ഉൾപ്പെടെ സകല പേരെയും ഞാൻ കാണിക്കും. എന്തു പറയുന്നു മിസ്റ്റർ SP സാർ? സാർ, മോള് കാണാൻ വന്നിട്ടുണ്ട്. ആ വന്നോ? ആ പവിത്രൻ അവിടെ ഉണ്ടോ? സാറ് പേടിക്കണ്ട, പവിത്ര മോൾക്ക് കമ്പനി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പ പറഞ്ഞുള്ളൂ. തടി കുറയ്ക്കാൻ ഈ എക്സർസൈസ് മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് തടി കുറയുമോ? ദിവസം എത്ര തവണ ചെയ്യണം? അങ്ങനെ എപ്പോഴും ചെയ്യണമെന്നില്ല. ആരെങ്കിലും ആഹാരം വേണോന്ന് ചോദിക്കുമ്പോ മാത്രം. ചോദ്യം ചെയ്ത് കഴിഞ്ഞോ? ഇതാണോ ഓടിയൻ ചന്തു? അതെ. താനല്ലേ ഇന്നലെ വൈകിട്ട് ഒരു ബാഗുമായി സാരി വിൽക്കാൻ വീട്ടിൽ വന്നത്? നീ എന്താ ഇവിടെ? ഇതെന്ത് ചോദ്യോ? ഞാൻ അച്ഛനെ കാണാൻ വന്നതാ. അച്ഛനെ കാണാൻ വന്നതാന്ന്. നീ എന്റെ റൂമിലേക്ക് പോ, എനിക്ക് ഇവിടെ ഇത്തിരി പണിയുണ്ട്. നീ പോയിക്കോ. അതെ, ഇങ്ങോട്ട് ഞാൻ സൗകര്യമായിട്ട് ജീപ്പിലാ വന്നതേ. തിരിച്ചു പോകാൻ വണ്ടിക്കൂലിക്ക് ഒരു 40 പൈസ കിട്ടിയിരുന്നെങ്കിൽ. ഒന്ന് പോടാ. എന്നാൽ ചാം ലെറ്റർ, ചോം ലെറ്റർ, ചുമ്മര ലെറ്റർ. എന്താ അവന് വെറുതെ വിട്ടത്? എടോ, വെറുതെ നിന്ന് നേരെ കളയാതെ താൻ പോയി ആ മദ്യ ദുരന്തത്തിന്റെ ഫയൽ എടുത്ത് പഠിക്കേ. അല്ലേ സാർ, യഥാർത്ഥത്തിൽ എന്താ സാറേ സംഭവിച്ചത്? തനിക്കതിന്റെ കാരണം അറിയണമല്ലേ? മേലാൽ ഇമാതിരി വലിയ വലിയ കാര്യങ്ങളിൽ തലയിടാമെന്നാൽ തന്റെ 2 കണ്ട് ഞാൻ കുത്തുപൊട്ടിച്ചോളയും. ഒരു കാശ് മുടക്കില്ലാതെ വെറുതെ കണ്ണുകളിൽ കാന്തം എടുത്ത് വെച്ചോണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ ചെറിയ പ്രേമ കവിത തരട്ടെ. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു ഗോവിന്ദേട്ടാ. സൂര്യൻ ഉദിച്ചിട്ട് നേരെ എന്തുമാത്രമായി നിന്റെ വിചാരം? എന്നിട്ട് ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? ഇത്രയും വലിയൊരു കാര്യം ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതായാലോ? അതെ, ഞാൻ ചേട്ടന്റെ പണിക്കാരനല്ല, ഷാപ്പിലെ പണിക്കാരനാ. ഗംഗ മുതലാളി വന്ന് ഷാപ്പ് തുറന്നു തന്നാലല്ലേ ചേട്ടന് കാലെടുത്തോണ്ട് തരാൻ പറ്റൂ. പിന്നെ ഈ കാല് കൊണ്ട് നടന്നിങ്ങെത്തണ്ടേ? കാലത്ത് കാലടിക്കാൻ 10 മിനിറ്റ് താമസിച്ചേനാ എന്റെ മെക്കിട്ട് കയറുന്നേ. വെറുതെ അല്ല കാലടിന്ന് വിളിക്കുന്നത്. എടാ കൊച്ചിഷ്ണ, ഓ നീ എന്നെ വിളിച്ച് ഞാൻ കേട്ടു. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ സൈസ് വെച്ച് താങ്ങാൻ പറ്റിയല്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്റെ ഗോവിന്ദേട്ടാ,
ചേട്ടൻ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതിനൊക്കെ ഏറ്റുപിടിക്കാൻ നിൽക്കുന്നുണ്ടാ ഇവനൊക്കെ ഓരോ പേര് വിളിക്കുന്നത്. രാവിലെ തന്നെ ഇതിങ്ങനെ വലിച്ചു കേട്ടണോ ചേട്ടാ? ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ലേ ലോനപ്പ. പക്ഷെ കുപ്പിയിലേക്ക് നോക്കുമ്പോ ഷാപ്പിലെ പണിക്കാർ, അവരുടെ കുടുംബം, ബന്ധുക്കള്, ചെത്തൊഴിലാളികള്, മുട്ട പുഴുങ്ങി വെക്കുന്ന സരള, അവരൊക്കെ കണ്ണീര് കുടിക്കാതിരിക്കാനാ ഞാനിത് കുടിക്കുന്ന. ഇന്ന് തേങ്ങ കൊണ്ടാണല്ലോ. ഇങ്ങോട്ടാ കാലടിക്കാ. കാലടിയിലേക്കല്ല നിന്റെ പോണോ കാലടി. കാലടി നിന്റെ മറ്റവനാടാ ഈ സ്ത്രീ ലോനപ്പ. എന്തുവാ കാര്യം? ഞാൻ അവിടെ വന്നിട്ട് പറയാം. നിർത്താൻ പറ്റിയാലെന്ന്. വെള്ളം നിർത്ത്. നിർത്താൻ പറ്റിയാലെന്ന്. നിർത്തി പോയാൽ അങ്ങ് കൊച്ചിയിലെത്തുമ്പോ ചരക്ക് വാങ്ങാൻ വന്നൊരു വൈലാണ്ടിയിലെത്തും. അച്ഛനോട് നിർത്താനാ പറഞ്ഞത്. സമ്മതിക്കത്തില്ല. അച്ഛാ, ഞാൻ ഉണ്ടാക്കി വെച്ച ഹാൻഡിക്രാഫ്റ്റ് എടുത്തായിരുന്നോ? ഹാൻഡിക്രാഫ്റ്റോ? അത് ഞാൻ എന്തെടുക്കണം? പട്ടഷാപ്പിൽ കൊടുത്ത് മൂക്കറ്റം കുടിക്കാൻ. അച്ഛൻ അതിങ്ങ് എടുത്തു തന്നെ. ചന്ദ്രമ്പിള്ള എന്ന് ടൗണിൽ പോകുന്നുണ്ട്, എനിക്ക് കൊടുത്തയക്കാനുള്ളതാ. എന്റെ അമ്മ, അവൻ ടൗണിൽ കൊണ്ടുപോയി വലിയ വിലക്ക് വിറ്റിട്ട് തുച്ഛമായ ഒരു തുക നിനക്ക് തരുന്നതിന്റെ നഷ്ടത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാ അച്ഛനെ ത്യാഗം ചെയ്തത്. പിടിച്ചോ. ഇത് 3 എണ്ണല്ലേ ഉള്ളൂ, 2 എണ്ണം കൂടി കാണണമല്ലോ. മക്കൾ അച്ഛന്റെ അടുത്ത് എന്നെ കണക്ക് പറയണം. എനിക്കിത് വരണം. അയ്യോ ദേവരാള്. ആളോ? അയ്യോ കായില് ആരാ നിങ്ങള്? അത് ശരി, എന്റെ വെള്ളത്തെ കയറി കിടന്നിട്ട് ഞാൻ ആരാന്നോ? ഓ, ഇന്നലെ കടവത്ത് വന്നപ്പോ മഴ പെയ്തു, അങ്ങനെ കയറി കിടന്നതാ. ആരോട് ചോദിച്ചോണ്ടാ താൻ ഇതേ കയറി കിടന്ന? താൻ ആരാ? ഞാനൊരു കച്ചവടക്കാരനാ. ഇനിയിപ്പോ കരക്കെത്താൻ എന്തുവാ ഒരു വഴി? ഇതിലെ ഓട്ടോറിക്ഷ വരും, കൈ കാണിച്ചാ മതി. താൻ എഴുന്നേറ്റ് കൊണ്ട് വന്നേ. രണ്ടെണ്ണം. അയ്യോ, നടുക്കായിലാണല്ലോ. മോളെ, ഇയാളൊന്ന് അക്കരെ ആക്കിയേക്ക്. എനിക്കിതൊക്കെ വീട്ടിൽ കൊണ്ടേ വെക്കാനുള്ളതാ. വീട്ടിൽ ചെന്നിട്ടുണ്ട് ആക്കിയാ മതി. അയ്യോ, ഇത്രയും ചെറിയ വെള്ളത്തിലൊന്നും ഞാൻ കയറുകയല്ല. ഞാൻ പോവാ. എന്നാ പിന്നെ ഒരു കപ്പൽ ഓർഡർ ചെയ്യാം. രാത്രി വള്ളത്തിൽ വന്ന് കയറി കിടന്നും പോരാ, മര്യാദയ്ക്ക് തേനാ വെള്ളത്തിലോട്ട് കയറ്. എന്റെ കൈ പിടിച്ചോ. അയ്യോ, വള്ളം അകലത്തില്ല, ഇയാള് കയറ്. അയ്യോ, വള്ളം ഒരു കാലടി അകന്നിരുന്ന് ഞാനിപ്പോ വെള്ളത്തിൽ വീണ് ചത്തേനെ. ശരിക്കും കാലടി വ്യത്യാസത്തിലാ വള്ളത്തെ കയറാൻ പറ്റിയത്. ഇതാ ഇന്നത്തെ കാലത്ത് ഒരുത്തനും ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റാത്തോ അയാടാ കാലടി. അനങ്ങാതിരിക്കേ, അല്ലെങ്കിൽ വെള്ളം മറിയും. അയ്യോ, എനിക്കങ്ങ് ഒരു പേടിയില്ല. വെള്ളം എങ്ങനെ പറഞ്ഞാ കുട്ടീനെ രക്ഷപ്പെടുത്താൻ എനിക്ക് നീന്തൽ അറിയാൻ മേല. അയ്യടാ, ആ ബാഗിനകത്ത് എന്താ? വിൽക്കാൻ കൊണ്ടുവന്ന കൺമഷീൻ ചാന്ത കുപ്പികളൊക്കെ. അയ്യോ, ഞാൻ അത്തരം കച്ചവടക്കാരനല്ല. ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി വിൽക്കാൻ വന്ന കച്ചവടക്കാരനാ. എന്നാ പിന്നെ ഇത് വാങ്ങി കച്ചവടം നടത്തിക്കൂടെ? നല്ല ഡിമാൻഡുള്ള സാധനാ. ഐറ്റം കൊള്ളാം, പക്ഷെ ഇത് വിറ്റിട്ട് എന്തോ കിട്ടാനാ? എനിക്ക് വലിയ ലാഭം കിട്ടുന്ന മൊത്ത കച്ചവടം നടത്താനാ താല്പര്യം. അമ്മോ, ആരാ അമ്മോ ഇത്? അച്ഛന്റെ വള്ളത്തിൽ നിന്ന് കിട്ടിയതാ. കര തേടി ഇറങ്ങിയ ഒരു കച്ചവടക്കാരൻ. വൈകിട്ട് യൂണിയൻ മീറ്റിംഗിന് വരില്ലേ? ഇന്ന് കണക്കവതരണവാ. കയ്യാങ്കളിയാവോ? ഞാനില്ല കൂടെ. ഒരു 10 പേരെ കൊതുക്കാൻ ഞാൻ മാത്രം മതി. ഇതാണോ തന്റെ വീട്? അതെ. ഇവിടെ എവിടെയെങ്കിലും ഒരു വീട്ടിലൊരു മുറി വാടകയ്ക്ക് കിട്ടുമോ? ഇവിടെ ആയാലും മതി, എനിക്ക് അങ്ങനെ സൗകര്യങ്ങളൊന്നും വേണമെന്നില്ല. എന്നാ പിന്നെ അപ്പുറത്തെ വർക്കിച്ചേട്ടനോട് ചോദിക്കുന്ന നല്ലത്. പുള്ളിയോട് എന്ത് ചോദിച്ചാലും സൗകര്യം ഇല്ലെന്നേ പറയും. ആ ചാക്കയുടെ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് ഇറക്കി വെക്കേ. ഇത്രയും ദൂരം കൊണ്ടുവന്നല്ലേ, അങ്ങനെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ബഹളം വയ്ക്കാതെ, ഞാൻ തരുന്നുണ്ടല്ലോ. ഇത് അജയന്റെ വീടല്ലേ? ചേട്ടൻ എങ്ങനെ അറിയാം? പരിചയമുണ്ട്. ചേട്ടൻ എല്ലാ പരിചയക്കാരും എനിക്കറിയാലോ. പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ പ്രമാദമായ ഒരു കേസല്ലേ? അപ്പൊ പത്രത്തിൽ കണ്ടുകണ്ട് അതിന്റെ പ്രതികളെ ഇതുവരെ കണ്ടുപിടിച്ചില്ലല്ലേ? ആലിക്കോയെ എപ്പോഴും ഞെളിഞ്ഞ് കിടപ്പുണ്ടല്ലോ. പോലീസുകാർക്ക് പിടിക്കാൻ ചുണയില്ലാഞ്ഞിട്ടല്ലേ? അല്ല, ആലിക്കോയെ തന്നെ കൊന്നെന്ന് എന്തുവാ ഉറപ്പ്? അജയന്റെ കയ്യിലുള്ള കാശ് തട്ടിയെടുക്കാൻ വേണ്ടി ആരെങ്കിലും, അല്ലെങ്കിൽ അജയന്റെ വേറെ ഏതെങ്കിലും ശത്രുക്കൾ? നിങ്ങൾ എന്തിനതൊക്കെ അന്വേഷിക്കണത്? ഒരു സംരംഭം തുടങ്ങുമ്പോ ആ നാടിനെയും നാട്ടുകാരെയും നാട്ടിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് വിശദമായിട്ട് അറിഞ്ഞിരിക്കണ്ടേ? ഞാൻ അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് പഠിച്ചിട്ടേ കച്ചവടം തുടങ്ങത്തുള്ളൂ. പഠിപ്പൊക്കെ അക്കരെ ചെന്നിട്ടാവാം. തിരിച്ചു വന്നിട്ട് താറാവുകളെ വെള്ളത്തിൽ ഇറക്കാനുള്ളതാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ അക്കരയാക്കാം. അവിടുന്ന് തെക്കോട്ട് പോകുമ്പോ ഒരു വായനശാലയുണ്ട്. അവിടെ ചന്ദ്രമിള്ള എന്ന് പറഞ്ഞൊരാളുണ്ടാവും. ഇത് അയാളുടെ കയ്യിൽ കൊടുക്കണം.
കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയുടെ കായലോളങ്ങൾ തഴുകുന്ന നമ്മുടെ ഗ്രാമത്തിന്റെ സാംസ്കാരിക സ്ഥിരാകേന്ദ്രമായ ഈ വായനശാലയുടെ പ്രസിഡന്റായി തികഞ്ഞ സത്യസന്ധനും സാത്വികനും സർവോപരി നമ്മുടെ നാടിന്റെ അഭിമാനവുമായ ശ്രീമാൻ ചന്ദ്രൻ പിള്ളയെ വീണ്ടും തിരഞ്ഞെടുത്തതിന്റെ ആഹ്ലാദകരമായ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. നമസ്കാരം. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് പറയാൻ വായനശാലയെ പറ്റി പറ. അത് പറ. തത്തമ്മ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവി കൂടിയായ ശ്രീ കൊച്ചുകൃഷ്ണൻ എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ കച്ചവട സംബന്ധമായ തിരക്കുകൾക്കിടയിൽ ഒരു പോലീസ് സൂപ്രണ്ടിനെ പരിചയപ്പെട്ടതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് ഈ ചന്ദ്രൻപിള്ളയുടെ വിജയരഹസ്യമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് കേട്ടുടനെ അദ്ദേഹമാണോ ഇദ്ദേഹം? അല്ല, ഇത് കൂടെയുള്ള അദ്ദേഹം. ഒരു മിനിറ്റ്. സാരെന്താ ഇവിടെ? വരുന്ന വിവരത്തിന് കത്തിട്ടിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ മുങ്ങിയനല്ലോ. അല്ല, കടവത്ത് വന്ന് കാത്തു നിന്നേനെ. അതെ, ഇത് നമ്മുടെ അടുത്ത കക്ഷിയാ. ഞങ്ങൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാ. അല്ല, എത്ര നാളായി കണ്ടിട്ട്. ഞാൻ എന്ത് വേണോ ചെയ്യാ, എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത്. വരൂ സാർ, അങ്ങോട്ട് മാറിയേക്കാം. അപ്പൊ കമന്റ് കിടക്കട്ടെ, നമ്മളങ്ങോട്ട് മാറി നിക്കാം. നീ എന്താ പറഞ്ഞത്? നമ്മൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാണ്. കാരിരുമ്പ് കൊണ്ടുള്ള വിലങ്ങ് വെച്ചല്ലേ സാർ എന്നെ ബന്ധിക്കുന്നത്. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ചന്ദ്രൻപിള്ള, എന്തോടോ വക്കച്ച? പടിഞ്ഞാറേ പറമ്പില് കള്ളന്മാരുടെ ശല്യം കൂടി വരിക. ഒറ്റ തേങ്ങ കിട്ടുന്നില്ല. ചന്ദ്രൻപിള്ള വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ശരി, ഞാൻ ഇന്ന് തന്നെ DSP വിളിച്ച് പറയാം. വക്കച്ചൻ ചെല്ലേ. ഓ, ആയിക്കോട്ടെ. ഭാര്യയ്ക്കും മകൻ ഫെഡറിക്കിനും സുഖമല്ലേ വക്കച്ച? നീ എന്തിനാ കിടന്ന് മോങ്ങുന്നത്? കണ്ടില്ലേ എന്റെ പൊന്നു സാറേ, ഞാനൊരു കള്ളനെന്നെങ്ങാനും ഈ കരക്കാരറിഞ്ഞ അവരെന്നെ തൊണ്ട് തല്ലുന്നത് പോലെ തല്ലും. സാർ എന്നെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്തോണ്ട് പോയാൽ പിന്നെ എനിക്ക് ഈ നാട്ടിലേ നിൽക്കാൻ പറ്റില്ല. ആരാ വരുന്നേ? അത് നമ്മുടെ കമലാസനല്ലേ? കമലാസനൻ പേർഷ്യന്ന് വരുന്നേ. ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്റെ കമലാസനാ. എന്താ ഇത്? വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്ത് വെച്ച് തേച്ച് എന്നെ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ, എന്തൊരു മുഷ്കിൽ വേണം. അപ്പു മേസ്ത്രിയോ? ഇത് മേസ്ത്രിക്ക് ഇരിക്കട്ടെ. ഇതുപോലെ പളപള മിന്നുന്ന ഒരുപാട് കുപ്പായങ്ങൾ ഇനി മേസ്ത്രിക്ക് തയ്ക്കേണ്ടി വരും. എന്നാ ഇത്? പണ്ട് വിശപ്പടക്കാൻ വേണ്ടിട്ട് രണ്ടുണ്ടം പോലെ ഒരു പാലും വെള്ളവും കടമായിട്ട് ചോദിച്ചപ്പോ മുണ്ടുപൊക്കി കാണിച്ചവനാണ് നീ. ആയിക്കൊടുത്ത് ഗറാമി, നീ കാശ് എന്താണെന്ന് കണ്ടിട്ടുണ്ടാ? പേർഷ്യയില് പാല് വിൽക്കുന്ന ഷേക്കുമാര് പോലും എന്നോട് ഇമ്മാതിരി പെരുമാറിയിട്ടില്ല. ഷേക്കുമാര് പാല് വിൽക്കൂ? പിന്നെ കേട്ടിട്ടില്ലേ, മിൽക്ക് ഷേക്ക്? എന്റെ അമ്മോ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അല്ലത്തും ആ പക്രുവ എന്ന് വെച്ചാ ദൈവത്തിന് നന്ദി. ഞാൻ ജോലി നോക്കിയിരുന്ന ഷേക്കിന്റെ പറമ്പിൽ ഒന്ന് കുളിക്കാൻ ഇത്ര വെള്ളം കിട്ടുമെന്ന് അറിയാൻ ഞാനൊന്ന് കുഴിച്ചു നോക്കിയതാ. അപ്പോഴാണ് ഷേക്കിന്റെ പറമ്പ് മുഴുവൻ എണ്ണപ്പാടോന്ന് അറിയുന്നത്. ആ ഷേക്കിന്ന് മറ്റേ എണ്ണ കമ്പനികളുള്ള ഒരു കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്ത മാനേജറായ എന്നെ അദ്ദേഹം 1,00,000 ബ്രഹ്മാക്കി മാറ്റി. അവിടെ എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലാസൻ എന്നാണ് വിളിക്കാറ്. ഈ അൽപ്പൻ എന്നുള്ളതിന്റെ അല്ലാണോ? താനാ സ്പ്രേയിങ് തന്നെ. നീ വെച്ചോ. പിന്നെ സ്പ്രേ അടിക്കുമ്പോ എവിടെയെങ്കിലും പിടിച്ചു നിന്നടിക്കണം, അല്ലെങ്കിൽ നീ പറന്നു പോകും. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസൻ. അസർബൈജാൻ. നിനക്കിഷ്ടമല്ലെങ്കിൽ എന്നെ കാമുകനെന്ന് മാത്രം വിളിക്കൂ. റോമിയോ എന്ന പേര് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നെ കാമുകനെന്ന് മാത്രം വിളിക്കൂ. അവൻ താഴേക്ക് നോക്കി. കമലാസനല്ലേ?
നീ ആളൊന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ. പളവളാ തിളങ്ങുന്ന ഷർട്ട്, കഴുത്തിന് സ്വർണ്ണ ചെയിൻ, പാട്ടുപെട്ടി. സാംബശിവന്റെ കഥാപ്രസംഗം ഇല്ലേ കേൾക്കുന്നേ? സാംബശിവന്റെ കഥാപ്രസംഗം കൊണ്ടുവരാന്നുള്ളത് ഞങ്ങൾ പേർഷ്യക്കാരുടെ ഒരു ഹോബിയാണല്ലോ. അമ്മു, നീ അങ്ങ് വളർന്നു പോയല്ലോ. പറയുന്ന കേട്ടാ തോന്നും ചേട്ടൻ പോയിട്ട് വർഷങ്ങളായെന്ന്. എന്തായാലും പേർഷ്യക്കാരാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയണല്ലോ. അജയന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നിട്ടും അവൻ മരിച്ച ഒരാഴ്ച കഴിയും മുമ്പ് വിസ വന്ന് പോകേണ്ടി വന്നു. പേർഷ്യ ചെന്നിട്ടും നിങ്ങളൊക്കെ തന്നെയായിരുന്നു എന്റെ മനസ്സറിയേ. ഇതാ ഇത് വെച്ച്. എന്താ ഇതൊക്കെ? ചേട്ടനൊരു ഉടുപ്പിന്റെ തുണിയും ഉടുക്കാൻ കയ്യിലും, അമ്മനൊരു സാരിയും സ്പ്രേയും അത്തറും മോത്തിടാൻ സ്നോയും. ഫാറിനൊന്നും കൊണ്ടുവന്നില്ലേ? സ്കോച്ചാ ചേട്ടനുള്ള സ്കോച്ച് ഭദ്രമായിട്ട് എന്റെ വീട്ടിലുണ്ട്. ഇതൊക്കെ വാങ്ങിച്ച് കാശ് കളയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു പാവപ്പെട്ടവനായിരുന്നെങ്കിൽ ചെലവ് ചുരുക്കി ജീവിക്കാമായിരുന്നുവെന്ന് ഇപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പറ്റിയ ഒരു പെൺകുട്ടി ജീവിതത്തിൽ കടന്നു വരണം. ആ സമയം വരുമ്പോ എല്ലാം ആലോചിച്ചല്ലേ പറ്റൂ. കാശ് സൂക്ഷിക്കാൻ ഭാര്യ തന്നെ വേണമെന്നൊന്നുമില്ല. ഇവിടെ പവിത്ര മുതലാളി പുതിയൊരു ബാങ്ക് തുടങ്ങുന്നുണ്ട്. പവിത്ര മുതലാളിയോ? ആരാണ്? ഈ കരയിലെ പുതിയ മുതലാളിയാ. ഞാനും മോളോട്ടൊക്കെ നല്ല ലോഹ്യത്തില. ചേട്ടന്റെ അത്ര പ്രായവും അമ്മുനെ പോലൊരു മോളുള്ള ആളായിരിക്കുമല്ലേ? അല്ലല്ല, ഇത് ചെറുപ്പം, നല്ല സുന്ദരൻ, കല്യാണം കഴിച്ചിട്ടില്ല. അയാള് ശരിയല്ല. നിങ്ങൾ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, പക്ഷെ അയാൾ ഒരു ബ്ലേഡ് കമ്പനിയല്ലേ തുടങ്ങാൻ പോകുന്നത്. അത് ഹറാമാണ്. നിങ്ങൾക്കറിയാമോ, പണ്ടൊരു അറബി ബ്ലേഡ് കമ്പനി തുടങ്ങിയതിന്റെ നാണക്കേടില്ല ഇപ്പോഴും അറബികൾ തലവഴി മുന്നിട്ട് നടക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അയാളെ നേരിട്ട് കണ്ടതിന് ശേഷം പറഞ്ഞു തരാം. കുഴലിട്ട കൂൾ ഡ്രിങ്ക്സ്. അതിനിടയ്ക്ക് എത്തിയോ? വർമ്മസാറും ലക്ഷ്മി വന്നാട്ടെ. ലേറ്റായോ പവിത്ര? എനിക്ക് സമയത്തിലൊന്നും വലിയ വിശ്വാസമില്ല സാറേ. സാറ് തന്നെ എന്റെ സംരംഭം ഉദ്ഘാടനം ചെയ്യണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഒന്ന് മാറണേ, ഈ ലോഡ് അങ്ങോട്ട് കൊണ്ടുപോക്കോട്ടെ. മഹാലക്ഷ്മി മനസ്സിൽ വിചാരിച്ച് സാറങ്ങോട്ട് വെട്ടിയാട്ടെ. പിള്ള എന്താ അങ്ങോട്ട് പോകത്തത്? അങ്ങോട്ട് പോയാൽ ഞാൻ അകത്താവും. അല്ല, അകത്ത് ഭയങ്കര ചൂടല്ലേ, ഞാൻ ഇവിടെ നിൽക്കാം. സാറിന് വല്ല ജ്യൂസോ സ്ക്വാഷോ ഒക്കെ കൊടുത്ത് നല്ലവണ്ണം റിലാക്സ് ചെയ്യും. എന്നിട്ട് മതി നമ്മുടെ ഡെപ്പോസിറ്റിന്റെ കാര്യമൊക്കെ സംസാരിക്കാൻ. വന്നാട്ടെ. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞോ? നല്ല ആൾക്കാരാ. എന്റെ അമ്മു, കാര്യങ്ങളൊക്കെ കാലയെ കുട്ടി വന്ന് മംഗളമാക്കി തരേണ്ട നിങ്ങളൊക്കെ ഇപ്പോഴാണോ വരുന്നത്? ഇതാരാ? ഞാൻ കമലഹാസനൻ. കമലഹാസനോ? കമലഹാസനല്ല, കമലഹാസനൻ. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇന്നാള് പേർഷ്യായി എന്ന് വന്ന കമലഹാസനൻ മുതലാളി, ഞാൻ മുതലാളി അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. ഈ കരക്കാർക്ക് മുഴുവൻ മുതലാളിയോട് ഭയങ്കര അസൂയ. അവര് പറയുന്ന കേട്ടപ്പോ മുതലാളി ഇത്രയും സുന്ദരനാണെന്ന് ഞാൻ വിചാരിച്ചു. എടാ, മുതലാളിക്ക് ഒരു കസേര. വേണ്ട വേണ്ട, മുതലാളിക്ക് എന്നോട് എന്താ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു. ഒന്നും ചോദിച്ചറിയാനില്ല. നിനക്കെന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞു? ചോദ്യം കമല. അല്ല, ഇദ്ദേഹത്തെ പോലൊരു ജെന്റിൽമാനോട്. അല്ല, ഈ മഹാലക്ഷ്മി നമ്മയുടെ പേരാണോ? ഓ, ഇത്രേ ഉള്ളൂ. മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഐശ്വര്യത്തിന്റെയും പണത്തിന്റെയും ഒക്കെ ദേവതയല്ലേ. അതുകൊണ്ടാണ് മഹാലക്ഷ്മി എന്ന് ബാങ്കിന് പേരിട്ടത്. പിന്നെ എത്ര രൂപയാ മുതലാളി ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്? ഞാനൊരു 1.5 ലക്ഷം രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ മഹാഭാഗ്യം. 1.5 ലക്ഷം രൂപയോ? കമലൻ 1.5 ലക്ഷം രൂപയാ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവനെ ഈ കരക്കാരുടെ അഭിമാനമാ. കണ്ട് പഠിക്ക്. മുതലാളി, SP സാർ വിളിക്കുന്നു. നിങ്ങൾ കാശുമായിട്ട് കൗണ്ടറിലോട്ട് ചെല്ലും, ഞാൻ ഇപ്പൊ വരാം. അമ്മു, കമലഹാസൻ സാർ ഒരു ബുദ്ധിമുട്ട് വരാതെ നോക്കിക്കൊള്ളാം കേട്ടോ. ധനലക്ഷ്മി ബാങ്കിന് ഇവിടുത്തെ ബ്രാഞ്ചിലേക്ക് ഇവക്കൊരു ട്രാൻസ്ഫർ റെഡിയാക്കിയിട്ടുണ്ട്. 2-3 ദിവസത്തിനകം ജോയിൻ ചെയ്യും. മഹാലക്ഷ്മി ഇപ്പോഴും നിന്നെ തന്നെ കെട്ടുമെന്ന് പിടിവാശി തന്നെയാ നിൽക്കുന്നത്. നിന്റെ മനസ്സിൽ ഇപ്പോഴും അവളുണ്ടെന്ന് എനിക്കറിയാം. അതല്ലേ അവളുടെ പേരിൽ തന്നെ ഈ ബാങ്ക് തുടങ്ങിയത്. ഞാനായിട്ട് അതിനെതിരെ നിൽക്കത്തില്ല. നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്താം. കല്യാണം ഉടനെ നടത്താൻ തനിക്ക് പ്രത്യേകിച്ച് അസൗകര്യമൊന്നുമില്ലല്ലോ. എന്താ പവിയേട്ടനൊന്നും മിണ്ടാത്തത്? ഞാനിപ്പോഴും സാറ് പറഞ്ഞ ഷോക്കിന്ന് എനിക്ക് പ്രത്യേകിച്ച് അസൗകര്യങ്ങളൊന്നുമില്ല. എന്നാൽ കുടുംബക്കാരുമായിട്ട് കൂടി ആലോചിച്ച് ഒരു മുഹൂർത്തം ഫിക്സ് ചെയ്ത് ഞാനിങ്ങോട്ട് വരാം. ഈ നാടൊന്ന് ഇളകണം. അത്രയ്ക്ക് ഗംഭീരമായിട്ട് നമുക്ക് ഈ കല്യാണം നടത്തണം. അച്ഛൻ ഇവിടെ കാശ് മണി രസിച്ചോണ്ടിരുന്നോ? ആ പവിത്രൻ SP വർമ്മയുടെ മോളെ കെട്ടാൻ പോവാ. അവരെ വെച്ചോണ്ടിരിക്കരുതെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ.
ഇനി അവനെ പിടിച്ചാ കിട്ടുമോ? ഒരു മണ്ണാങ്കട്ടയില്ല. ഒന്നും കാണാതെ ഞാൻ അവനെ ബാങ്ക് വിട്ടുകൊടുക്കുന്നു തോന്നുന്നുണ്ടോ? നാട്ടുകാരുടെ കാശ് അവിടെ അങ്ങോട്ട് കുമിഞ്ഞു കൂടട്ടെ. ഓരോ സ്കോച്ച് പൊട്ടിക്കുമ്പോഴും കല്യാണപ്രായമെത്തിയ ഒരു കന്യകൻ എന്ന നിലയിൽ ചേട്ടനിൽ നിന്നും ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന ഒരു കാര്യമുണ്ട്. സൽസ്വഭാവിയും സൂക്ഷിച്ചു നോക്കിയാൽ സുമുഖനുമായ ചെറുപ്പക്കാരന് പണ്ട് മുതലേ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം ഈ ചെറുപ്പക്കാരൻ ഒരു ലക്ഷം ബ്രഹ്മ തിരിച്ചു വരുന്നു. തദ്വസരത്തിൽ പെൺകുട്ടിയുടെ അച്ഛനുമായി ഇതുപോലൊരു ചെറുതോണിയിൽ ഇളങ്കാറ്റേറ്റ് ലഹരി നുണഞ്ഞിരിക്കുമ്പോൾ പെൺകുട്ടിയുടെ അച്ഛനിൽ നിന്നും ആ സുമുഖനായ ചെറുപ്പക്കാരൻ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുക? തൊട്ട് നക്കാൻ കുറച്ച് അച്ചാർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നല്ലേ? ഓ, കുടി കുടി കുടി, മുടിഞ്ഞ കുടി മാത്രം. എന്നെ പോലെ കഴിവും കാര്യപ്രാപ്തിയുമുള്ള ഒരാളെ കെട്ടാൻ അമ്മൂനെ പോലെ സുന്ദരിയും സുശീലമായ ഒരു പെൺകുട്ടി തന്നെ വേണം എന്ന പ്രപഞ്ച സത്യം ഇനിയും ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാൻ എനിക്ക് വയ്യ. എനിക്ക് അമ്മൂനെ കെട്ടിച്ചു തരണം. തരില്ലേ മാമ? ഒരു സഹായം ചോദിക്കാൻ വന്നു. നിന്നെ പോലെ ബുദ്ധിയുള്ള ഒരു പഹയന് നമ്മുടെയൊക്കെ സഹായം എന്തിനാ? ഈ തുടങ്ങിയ പുതിയ കച്ചവടത്തെ കുറിച്ചൊക്കെ അറിഞ്ഞ് ഹൗസ് ബോട്ടിന് ഇപ്പോ ദിവസം ചെല്ലുന്തോറും ആവശ്യക്കാർ കൂടിക്കൂടി വരിക. ഒരു 5-6 ഹൗസ് ബോട്ട് കൂടെ ഇറക്കി വലിയ രീതിയിൽ തുടങ്ങിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കൈ കാശില്ല. മുതലാളി കാശിറക്കുകയാണെങ്കിൽ പപ്പാതി പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാം എന്ന് പറയുന്നു. എന്താ എന്നെ വിളിപ്പിച്ചത്? വാട്ട് ആർ യു കോൾ? പറയാം, നമ്മളും കേറ്. ചുങ്കത്തറ ഗസ്റ്റ് ഹൗസിന്റെ മാനേജറാണ് ഞാൻ. ഒരു ഹൗസിംഗ് ബോട്ട് വാങ്ങിയെന്ന് കരുതി എന്നെ പോലൊരു വലിയ മനുഷ്യനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താൻ കാരണം വാട്ട് ആർ ദ റീസൺ ഓഫ് ദ ക്വസ്റ്റ്യൻ? ആലിക്കോയായിട്ട് ചേർന്ന് 7-8 ഹൗസ് ബോട്ട് ഇറക്കിയാലോ എന്ന് ആലോചിക്കുന്നു. ആലിക്കോയാണ് കാശ് മുടക്കുന്നതെന്ന് പറഞ്ഞാൽ കരക്കാർ ഈ കച്ചവടത്തിന് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു ബിനാമി വേണം. കമലാസന് ബിനാമിയാകാൻ പറ്റുമെന്ന് അറിയാനാ വിളിപ്പിച്ചത്. 1000 rupees സാലറി വാങ്ങുന്ന എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ബെന്യാമിൻ ചപ്ലയറാണെന്ന് എന്നെ കിട്ടില്ല. വേണേ ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ ആവാം. ബിനാമി എന്ന് വെച്ചാൽ പകരക്കാരൻ മുതലാളി എന്നാ. ആ ആലിക്കോയാണ് കാശിറക്കുന്നത് പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് കരക്കാരൻ മുമ്പിൽ നീയാണ് കാശിറക്കുന്നത്. നീയാണ് എന്റെ പാർട്ട്ണർ. കമല സുഖത്തറയത് അടിയും പച്ചവെള്ളമായിരുന്നു എന്റെ ശമ്പളം. പച്ചവെള്ളം എന്തിനാണെന്ന് അറിയോ? അടി കൊണ്ട് ചോര തുപ്പി കളഞ്ഞിട്ട് വാ കഴുവാൻ. നിന്റെ കാശൊക്കെ എവിടെ പോയി? എന്റെ ബാങ്കിൽ ഇട്ടിരുന്ന 1.5 ലക്ഷം രൂപ എന്റെ സ്വത്തുക്കളൊക്കെ ലേലം ചെയ്തപ്പോ നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ? അതൊക്കെ തിരിച്ചു കിട്ടി. അത് കഴിഞ്ഞ് ഇവിടെ വന്നൊരു മദാമായിട്ട് പരിചയപ്പെട്ട് അവളുമായിട്ടൊന്ന് ഗോവാക്ക് പോയതാ. കാശ് മുഴുവൻ അവളുടെ വായി പോയി. എന്റെ കാശ് പോയ കാര്യം ഇവിടെ ആർക്കും അറിയില്ല. എല്ലാവരും പറയും കാശ് ഇന്ന് വരും നാളെ പോകുന്നു. പക്ഷെ എന്റെ കാശ് അന്ന് പോയ പോക്ക ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല. മൈ കണ്ടോളൻസ്. എന്റെ വിധി. നീ സമാധാനമായിട്ടിരിക്കും. നമ്മുടെ ബോട്ട് ഇറങ്ങട്ടെ, നിന്റെ എല്ലാ വിഷമവും മാറും. ബോട്ട് ഉടനെ തന്നെ ഇറങ്ങും. ഉടനെ ഇറങ്ങും. ഇവനെവിടുന്ന ഇതിനും മാത്രം കാശ്? ഇനി ജയിലിൽ നിന്ന് വരുന്ന വഴി കുഴലിൽ നിന്ന് എങ്ങനെ കുഴൽപ്പണം കിട്ടി കാണുമോ? What is beautiful? Oh, nice boats. Beautiful boat. Jumping the boat, but carefully. Come on. Everybody going install a boat. Go inside. Go inside. Come, go inside. ചുങ്കത്തറ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ചാടി പോകുന്നവരാ. അതിനായിട്ട് എനിക്ക് 1 മണിക്കൂർ നേരം സ്പീച്ച് ചെയ്യേണ്ടി വന്നു. കണ്ടാലേ അറിയാൻ നല്ല ക്ഷമാശീലമുള്ളവരാണ്. നിങ്ങൾ വന്നേ. ബോട്ട് പണിയാൻ മൊത്തം കാശും വേണ്ടി വന്നില്ല. ബാക്കി ഇത്രയും കാശുണ്ട്. ഇതിപ്പോ എന്റെ പേരിൽ ബാങ്കിലിടണ്ട, നിന്റെ പേരിലിട്ടാ മതി. എടാ, എനിക്ക് നിന്നെ വിശ്വാസോടാ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളിനെ വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ച് കാശിന്റെ കാര്യത്തിൽ. സാറിന്റെ കാശിനാഥനാണ്. നീ നേരങ്ങളേതാ ബാങ്കിൽ പോ. ഓ, He's going down a tree. We can go to the market, we can relax, we can go to the beach. Well, the beach is really much better than the hey, market. Mr. and Mrs. Housing board. Housing board. What are you saying? Yeah. Sorry, we don't understand. Food and accommodation in the water. Do you want some tea or You want- something?
ഓണം റിബേറ്റ് 20% ഡിസ്കൗണ്ട്. യു ഇൻട്രസ്റ്റ്? അനുജപ്പനോ? ഹൗ ആർ യു? ഐ ആം ഫൈൻ. നിനക്ക് ചുങ്കത്തറക്കാരുടെ കസ്റ്റമേഴ്സിൽ തന്നെ ഹൗസ് ബോട്ടിലേക്ക് ആളെത്തിക്കണം. അയ്യോ, എന്നെ തല്ലല്ലേ. ഇവിടുത്തെ ഗസ്റ്റുകളോട് ഞാൻ ഹൗസിംഗ് ബോർഡിന്റെ കാര്യം പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ഇംഗ്ലീഷിലായിരുന്നു, അവർക്കൊന്നും മനസ്സിലായില്ല. വേണമെങ്കിൽ ചോദിച്ചോളൂ. ചുങ്കത്തറക്കാരുടെ കച്ചവടം അവസാനിപ്പിച്ചിട്ട് നീയൊക്കെ അവിടെ കഴിയാതെ കഴിയണം. എന്താ അനിയപ്പ ഇത്? മാർക്കറ്റിൽ പുതിയ തരം സാധനങ്ങൾ വരുമ്പോ പഴയതിന് ഡിമാൻഡ് കുറയും. അത് കച്ചവടത്തിൽ പതിവുള്ളതാ. അതിന് മുക്കറേറ്റ് ഇവന്റെ നേരെ മെക്കിട്ട് കയറിയിടുന്ന കാര്യം ഇവിടെ. ഒരു മിനിറ്റ്, ഇവനോട് 2 വാക്ക് സംസാരിച്ചിട്ട് വരാം. എന്താടാ നോക്കണത്? എങ്ങനെ അടിച്ചാലും അടിയുള്ള പാകത്തിന് നല്ല വീതിയുള്ള ബോഡി വീർപ്പിച്ച് കാണിച്ച് നീ എന്നെ കൊതിപ്പിക്കാനാടാ. ഇവന്റെ ബലത്തിൽ നിന്ന് കുറയ്ക്കുന്നതാ. നീക്ക് ആരാണെന്നാടാ വിചാരം? ഇവർ അന്തിക്കള്ളെന്ന് പറഞ്ഞ് തരുന്നത് പൊടി കലക്കിയ കള്ളും കരിമീൻ എന്ന് പറഞ്ഞ് തിലോപ്പി മത്സ്യവുമാണ് തരുന്നത്. What's going on? He's crazy. നിങ്ങൾക്കത് അണ്ടർസ്റ്റാൻഡ് ആയാൽ അന്ന് ഇവരെ തല്ലിക്കൊല്ലും. എന്താടാ പക്ഷേ ഞങ്ങളിത് ഇവിടെ വിട്ടേച്ച് പോകുമെന്ന് വിചാരിക്കണ്ട. പൊടികെട്ടിയ ഒരു ബാങ്ക് മുതലാളി കാശിന് വകയില്ലാതെ ഈ കരവിട്ട് പോയത് മറന്നിട്ടില്ലല്ലോ. ഒന്നും മറന്നിട്ടുമില്ല, ഒന്നും മാപ്പാക്കിയിട്ടുമില്ല. അടിക്കേണ്ട സമയത്ത് നേരെ മുമ്പിൽ ഒന്ന് നെറുകന്തലക്കടിക്കും, അല്ലാതെ ആരും കാണാതെ പുറകിൽ നടിക്കൂല. കാരണവരെ ഇവന് കച്ചവടം പോയതിന്റെ ഹാലിളകി നിൽക്കുക. അതുകൊണ്ടൊന്നും സൂക്ഷിക്കുന്നത് നല്ലതാ. നനയും ഒന്ന് കുളിരും, പക്ഷേ മുങ്ങിപ്പോകാനൊന്നും പോകുന്നില്ല. ചെളിക്കുണ്ടി നിൽക്കുന്നവന് മുങ്ങിച്ചാകാൻ കാലൊന്ന് വഴുതിയാ മതി. വഴുതും വീഴും. വീഴ്ത്തിയിരിക്കും. നമ്മുടെ കച്ചവടം കൊണ്ട് തട്ടുകിട്ടിയേക്കുന്നത് ചുങ്കത്തറക്കാർക്കാ. നമ്മളെ നശിപ്പിക്കാൻ അവരെന്തും ചെയ്യും, പ്രത്യേകിച്ച് ആ അനിയപ്പൻ. നമ്മുടെ കച്ചവടം നിലനിൽക്കണമെങ്കിൽ ആ അനിയപ്പനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണം. അയ്യോ, അതിനിക്കായി ഒന്നും ചെയ്യണ്ട. എന്റെ ബാങ്ക് കത്തിച്ചവനാ. അവനോട് ചെയ്യേണ്ടത് ഞാൻ നേരിട്ട് ചെയ്തോളാം. പക്ഷെ അവനെ പോലെ ഒരു ചെറ്റയെ തട്ടിയിട്ടും ജയിലിൽ പോകാൻ വയ്യ. ഒരു തെളിവില്ലാതെ വേണം അവന് തീർക്കാൻ. അതിനിക്കാതെ ചില ഉപദേശങ്ങളൊക്കെ എനിക്ക് വേണ്ടി വരും. തെളിവും തൊണ്ടില്ലാണ്ട് ആളെ കൊല്ലുന്നതിനെ പറ്റി ഞാൻ എന്ത് ഉപദേശിക്കാനാ? അത് കളാ. ഇക്കായ്ക്ക് അതിനുള്ള അനുഭവം വെച്ച് നോക്കണമെന്ന് എനിക്കറിയാം. ഇപ്പൊ തന്നെ വേണമെന്നില്ല. ഇക്കായ്ക്ക് എന്നെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം തോന്നുമ്പോൾ മാത്രം മതി. കടവെത്തി. ആ, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വരട്ടെ. ഓ, ഷെയറൊക്കെ ഞാൻ ഇങ്ങോട്ട് എത്തിക്കാം. ആയിക്കോട്ടെ. ഓ, ആലിക്കോയ്ക്ക് ഓന്റെ അത്ര ബുദ്ധിയില്ലാന്ന അവന്റെ വിചാരം. ഓൻ പങ്ക് കച്ചവടത്തിന് വന്ന ഒന്നല്ല. അവന്റെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ പോലീസുകാരനുണ്ട്. ഈ രാത്രിയിൽ വന്ന് ഈ കരിമീൻ വാങ്ങിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ മദാമ തോട്ടുമീനായാലും കൂട്ടിക്കോളും. ഞാൻ ചോദിച്ചല്ലേ. ഇംഗ്ലീഷിലോ? ആ, കേക്കണോ? കേക്കട്ടെ. തോട്ട് മീൻ കൂട്ടുമോ? കട് കട്ടിയായി ഇംഗ്ലീഷായിട്ടും അവർക്ക് കാര്യം മനസ്സിലായി. അതിന് അവര് ജർമ്മൻ കാര്യത്തില്ലേ. ഈ കച്ചവടമൊക്കെ മതിയാക്കി ഇനിയെങ്കിലും ഇവിടുന്ന് പോയിക്കൂടെ? ഇത് കച്ചവടത്തിന്റെ പേരായി തീർത്തല്ല. എന്നെ ഉപദ്രവിച്ചത് നിന്റെ ചേട്ടനെ കൊന്നവരാ. ഞാൻ ആ കേസിന്റെ പിന്നാലെയാണെന്ന് അവർക്ക് സൂചന കിട്ടിയതില്ലേ.